ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇഷ ടോക്കീസ്. പഠിക്കാനായി ഹൈദരാബാദിലേക്ക് വരുന്ന ഒരു പെൺകുട്ടി അവളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാവുന്നു. ആ റിലേഷൻഷിപ്പിൽ അവൾ അനുഭവിക്കുന്ന ആത്മസംഘർഷവും അതിൽ നിന്ന് അവൾ പുറത്തേക്ക് വരുന്നതുമൊക്കെയാണ് ഈ കഥയുടെ പശ്ചാത്തലം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കൂടി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പഠിക്കാനായിട്ട് ഹൈദരാബാദിൽ വരുന്ന നമ്മുടെ നായികയായ ഭൂമാദേവിയെയാണ് ആദ്യമേ മൂവിയിൽ കാണിക്കുന്നത്. MA ലിറ്ററേച്ചറാണ് ഭൂമ പഠിക്കുന്നത്. കോളേജിൽ ഫസ്റ്റ് ഡേയിൽ തന്നെ ഭൂമിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട്, ഹർഷിതയും വിനയും. കോളേജിലെ ഫസ്റ്റ് ഡേയിൽ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യുകയായിരുന്നു. നമ്മുടെ കഥാനായകനായ വിക്രമിനോടും സീനിയേഴ്സ് ഡാൻസ് ചെയ്യാൻ പറയുന്നുണ്ട്. അവനും നന്നായി ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മുന്നിൽ വിക്രം ഒരു ഹീറോ ആകുന്നുണ്ട്. ദുർഗ എന്ന പെൺകുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. വിക്രമിനെ കാണുമ്പോൾ ദുർഗയ്ക്ക് ക്രഷ് തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഭൂമിയുടെ പ്രൊഫസർ ഭൂമിയോട് എന്തിനാണ് ലിറ്ററേച്ചർ ചൂസ് ചെയ്തത് എന്ന് ചോദിക്കുന്നതാണ്. ഭൂമിക്ക് പണ്ട് മുതലേ ബുക്ക് വായിക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ കഥയൊക്കെ എഴുതാൻ അവൾക്ക് പേടിയാണ്. ആ പേടിയെ മറികടക്കണം, അവൾക്ക് നല്ലൊരു ബുക്ക് എഴുതണം, അതിനവൾ ലിറ്ററേച്ചർ ചൂസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നീട് വിക്രം ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ അവിടേക്ക് ദുർഗ വരുന്നുണ്ട്. വിക്രത്തിന് ഡാൻസ് കൊള്ളാമായിരുന്നു എന്ന് ദുർഗ അവനോട് പറയുന്നു. ഇതേ സമയം ഭൂമിയാകട്ടെ ഡ്രാമ ക്ലബിൽ ചേരാനുള്ള ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ദിവസം രാത്രി വിക്രമും അവൻ്റെ ഫ്രണ്ട്സും പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുർഗ വിളിക്കുന്നുണ്ട്. എപ്പോഴാണ് എന്നെ ഡേറ്റിന് കൊണ്ടുപോകുന്നത് എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്, അല്ലാതെ വേറൊരു ഫീലിങ്സും നമുക്കിടയിൽ ഇല്ലെന്നൊക്കെ വിക്രം പറയുന്നു. പക്ഷെ ഒരു ദിവസം എൻ്റെ കൂടെ നീ ഡേറ്റിന് വരുമെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ടാക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഭൂമിയും അവളുടെ ഫ്രണ്ടും കൂടി സ്കൂട്ടറിൽ പോകുമ്പോൾ വേറെ ഒരു കാറുമായി ഇടിക്കുന്നുണ്ട്. ആ കാറിലുണ്ടായിരുന്ന ആൾ അവരെ വഴക്ക് പറയുന്നു. ആ സമയത്ത് വിക്രമും കൂട്ടുകാരും ആ വഴിയെ പോകുന്നുണ്ട്. നമ്മുടെ കോളേജിലുള്ളവരാണത് എന്ന് പറഞ്ഞ് വിക്രം അവരുടെ അടുത്ത് പോകുന്നു. വിക്രം ആകട്ടെ ആ കാറിൽ വന്ന ആളോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അയാളെ വിക്രം അടിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഭൂമ തന്റെ പ്രൊഫസറിനോട് ബുക്കിന്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹർഷിത ഭൂമിയെ അർജന്റായി പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. ഭൂമിയാകട്ടെ പുറത്തേക്ക് പോകുന്നു. ഇന്നലെ കാറിൽ വന്ന ആൾ പോലീസായിരുന്നു. അദ്ദേഹത്തെ അടിച്ചത് കൊണ്ട് അദ്ദേഹം രാവിലെ വിക്രത്തെയും കൂട്ടുകാരെയും ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുപോയി അടിച്ചു എന്ന് ഹർഷിത പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഭൂമയാകട്ടെ വിക്രത്തെ കാണാൻ ഹോസ്റ്റലിൽ ചെല്ലുന്നുണ്ട്. നിന്നോടാരാ പ്രശ്നമുണ്ടാക്കാൻ പറഞ്ഞേ എന്ന് ഭൂമ വിക്രത്തോട് ചോദിക്കുന്നു. രാത്രിയിൽ ഇങ്ങനെ ആയിരുന്നില്ല ഒരു പെൺകുട്ടിയോട് സംസാരിക്കേണ്ടിയിരുന്നത്, പിന്നെ നമ്മുടെ കോളേജിലുള്ള കുട്ടിയല്ലേ എന്ന് ഓർത്താണ് സഹായിച്ചത് എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. ഞങ്ങൾ റോങ് സൈഡാണ് വന്നത്, ഹെഡ്ലൈറ്റ് പോലും ഇല്ലായിരുന്നു, അയാളുടെ ഭാഗത്തല്ലായിരുന്നു മിസ്റ്റേക്ക് എന്ന് ഭൂമ പറയുന്നു. വിക്രത്തിന് നിറയെ മുറിവുകൾ ഉണ്ടായിരുന്നു. അതിനായി ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുക്കാൻ ഭൂമ റൂമിന് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം വിക്രത്തിന്റെ കൂട്ടുകാർ അവനെ വന്ന് കളിയാക്കുന്നുണ്ട്. എന്താ ഇത്, നിന്റെ ഗേൾഫ്രണ്ട് ആണോ എന്നൊക്കെ അവർ ചോദിക്കുന്നു. ഇവർ പറയുന്നതൊക്കെ പുറകിൽ നിന്ന് ഭൂമ കേൾക്കുന്നുണ്ടായിരുന്നു. ഭൂമ ഫസ്റ്റ് എയ്ഡ് വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഭൂമ എന്ന് പേരിട്ടത് എന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ ഡെലിവറി ആയിരുന്നു. അമ്മ ഡെലിവറി സമയത്തെ മരിച്ചു. അമ്മയില്ലാതെ വളരണം എന്നുള്ളത് കൊണ്ട് തന്നെ മുത്തശ്ശി ഭൂമാദേവി എന്ന് പേരിട്ടു എന്നൊക്കെ ഭൂമ വിക്രമിനോട് പറയുന്നുണ്ട്. ഭൂമിയെ കാണുമ്പോൾ അമ്മയെ ഓർമ്മ വരുന്നു. അമ്മയും എങ്ങനെയാണ്, അവനെ നന്നായി നോക്കും എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. ഇത് ഇമോഷണൽ പിക്കപ്പ് ലൈൻ ആണോ, ഞാൻ അതിലൊന്നും വീഴില്ല എന്ന് ഭൂമയും പറയുന്നു. എന്നിട്ട് ഭൂമ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് വിക്രം ഭൂമ ഇല്ലാത്ത സമയത്ത് അവളുടെ റൂമിൽ വരുന്നു. അവൾ റൂമിൽ ഡെയിലി ചെയ്യേണ്ട കാര്യത്തിന്റെ കൂടെ ഒരു ബുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുക്കണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ആകെ ഒരു കോപ്പി മാത്രമാണ് ആ ബുക്കിൻ്റെത് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മനസ്സിലാക്കി വിക്രമാകട്ടെ അത് ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നീട് വിക്രം ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബുക്കൊന്ന് തരുമോ എന്ന് ഭൂമ ചോദിക്കുന്നുണ്ട്. കൊണ്ടേ തരാമെന്ന് വിക്രമും പറയുന്നു. പിന്നീട് പതിയെ പതിയെ അവർ ഫ്രണ്ട്സ് ആകുന്നു. ഒരു ദിവസം ഭൂമ മുറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിക്രം വിളിക്കുന്നുണ്ട്. ഹായ് നാന, സിനിമ കയ്യിലുണ്ട്, ഇപ്പോൾ വന്നാൽ ഒരുമിച്ച് കാണാം, ഞാൻ ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും എന്നൊക്കെ വിക്രം പറയുന്നു. ഭൂമയാകട്ടെ സിനിമ കാണാനുള്ള ആഗ്രഹത്തിൽ അവൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവർ ആ മൂവി ഒരുമിച്ചിരുന്ന് കാണുന്നു. അതിനുശേഷം ഭൂമ റൂമിലേക്ക് തിരികെ പോകാൻ തുടങ്ങുമ്പോൾ വിക്രം അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവൾക്കത് എതിർക്കാനും സാധിച്ചില്ല. അവൻ അവളെ വീണ്ടും വീണ്ടും കിസ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ എല്ലാവരും അവളോട് വന്ന് വിക്രമും നീയും കപ്പിളാണോ, നിങ്ങൾ ഇന്നലെ കിസ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും എങ്ങനെ അറിഞ്ഞു എന്ന് ഭൂമ ചോദിക്കുന്നു. വിക്രം തന്നെയാ പറഞ്ഞേ എന്ന് അവരും പറയുന്നു. ആദ്യമൊക്കെ അവൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പിന്നീട് എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ചെറുതായി ചിരിയൊക്കെ മുഖത്ത് വരുന്നുണ്ട്. കോളേജിൽ തന്നെ ഫേമസ് ആയിരുന്ന ഒരാൾ തൻ്റെ ബോയ് ഫ്രണ്ട് ആയി എന്നത് അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭൂമ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഹായ് ഗേൾ ഫ്രണ്ട് എന്ന് വിളിച്ച് വിക്രം അവളുടെ അടുത്ത് വരുന്നുണ്ട്. ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്തിട്ട് വിക്രം അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവർ ഒറ്റ രാത്രി കൊണ്ട് റിലേഷനിലാവുകയാണ്. ആ സമയത്ത് ദുർഗ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. ഏതൊരു ലിറ്ററേച്ചർ പെൺകുട്ടിയായിട്ട് നീ പ്രേമത്തിലായി എന്ന് കേട്ടത് ശരിയാണോ എന്ന് ദുർഗ ചോദിക്കുന്നു. അതെ എന്ന് വിക്രം പറയുന്നുണ്ട്. നീ എൻ്റെ ടൈപ്പല്ല, എനിക്ക് എൻ്റെ അമ്മയെ പോലൊരു പെൺകുട്ടിയാണ് വേണ്ടതെന്നൊക്കെ വിക്രം ദുർഗയോട് പറയുന്നു. ഉടനെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുമെന്ന് തോന്നുന്നു, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ദുർഗ അവിടുന്ന് പോകുന്നുണ്ട്.
പിന്നീട് ഭൂമിയും വിക്രമും തമ്മിൽ നല്ല ക്ലോസ് ആവുന്നുണ്ട്. ഡെയിലി കാണാനും സംസാരിക്കാനും പുറത്തു പോകാനും ഒക്കെ തുടങ്ങുന്നു. വിക്രത്തിന്റെ എല്ലാ കാര്യങ്ങളും പിന്നീട് ഭൂമിയാണ് നോക്കിയിരുന്നത്. അവന്റെ അമ്മയെ പോലെയാണ് ഭൂമ അവനെ കെയർ ചെയ്യുന്നത്. അവനും അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. അവന് ഭൂമിയാണ് ഫുഡ് വാരി കൊടുത്തുകൊണ്ടിരുന്നത്. അവന്റെ ഹോസ്റ്റൽ റൂമൊക്കെ ക്ലീൻ ആക്കുന്നതും തുണി മടക്കുന്നതും അലക്കുന്നതും ഒക്കെ അവളായിരുന്നു. ഭൂമിയുടെ ക്ലാസ്സിൽ വിനയ് എന്ന ആൾക്ക് ഭൂമിയെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഭൂമിയും വിനയും അസൈൻമെന്റ്സ് കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹർഷിത വന്ന് വിനയെ വഴക്ക് പറയുന്നുണ്ട്. അവൾക്കിപ്പോൾ ബോയ് ഫ്രണ്ട് ഉണ്ട്, നീ ഇവളെ കോളേജ് ഫസ്റ്റ് ഡേ മുതൽ ഇഷ്ടപ്പെടുന്നു, അപ്പോഴേ പറഞ്ഞതല്ലേ പ്രപ്പോസ് ചെയ്യണമെന്ന്, ഇപ്പോൾ കണ്ടില്ലേ അവൾക്ക് വേറെ ആളായി എന്നൊക്കെ ഹർഷിത പറയുന്നു. ഭൂമി ഇതൊക്കെ സത്യമാണോ എന്ന് വിനയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഹർഷിത അതൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന് വിനയും പറയുന്നു. ഭൂമിയെ തിരക്കി വന്ന് വിക്രം ആകട്ടെ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് വിക്രം വന്ന് ഭൂമിയെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. വിനയെക്കുറിച്ച് വിക്രം ഭൂമിയോട് ചോദിക്കുന്നുണ്ട്. അവൻ നിന്നെ ഇഷ്ടമാണോ? ഹർഷിത പറയുന്നത് കേട്ടു, നീ ഇനി അവനുമായി സംസാരിക്കേണ്ട എന്നൊക്കെ വിക്രം പറയുന്നു. അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ട് ആണെന്ന് ഭൂമ പറയുന്നുണ്ട്. നിനക്ക് ഞാനുണ്ട്, ഞാൻ മാത്രം മതി എന്ന് വിക്രം പറയുന്നു. അടുത്ത സീനിൽ വിക്രം വിനയുടെ റൂമിൽ ചെന്ന് വിനയെ ഭൂമിയുടെ പേര് പറഞ്ഞ് അടിക്കുന്നുണ്ട്. വിക്രത്തിന്റെ ഫ്രണ്ട് പറഞ്ഞറിഞ്ഞ് ഭൂമിയും പെട്ടെന്ന് ഓടി വരുന്നു. എന്നിട്ട് വിക്രത്തെ അവിടുന്ന് പിടിച്ചു മാറ്റുന്നു. ഇനി എന്നോട് ഒരിക്കലും സംസാരിക്കരുതെന്ന് വിനയ് അവളോട് പറയുന്നു. അടുത്ത സീനിൽ ഭൂമ അച്ഛനുമായി ഫോണിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നീ ഇപ്പോൾ പഴയ പോലെ ഫോൺ ചെയ്യുന്നില്ല, നീ ഇല്ലാഞ്ഞിട്ട് നല്ല ഒറ്റപ്പെടലാണ് എന്നൊക്കെ അച്ഛൻ ഭൂമയോട് പറയുന്നുണ്ട്. കുറെ അസൈൻമെന്റ്സും പഠിക്കാനുമൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് ഭൂമയും പറയുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് വിക്രം വരുന്നു. ഭൂമ കോൾ കട്ടാക്കുന്നുണ്ട്. വിക്രം ഭൂമയുടെ കാല് പിടിച്ച് സോറി പറയുന്നു. എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്, അതാ അവനെ പോയി അടിച്ചത്, അത്രയ്ക്ക് കൺട്രോൾ ഉണ്ട് നിനക്ക് എൻ്റെ മേൽ എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. ഇനി അവനോട് സംസാരിക്കരുതെന്ന് അവൻ പറഞ്ഞു എന്ന് ഭൂമ വിക്രമിനോട് പറയുന്നുണ്ട്. എന്നാൽ വിക്രം ആകട്ടെ നിനക്ക് ഞാനുണ്ട്, ഞാൻ മാത്രം മതി എന്നൊക്കെ പറയുന്നു. അടുത്ത സീനിൽ ദുർഗ വിക്രമിനെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വഴക്കായെന്ന് കേട്ടല്ലോ, ബ്രേക്കപ്പ് ആണോ എന്നൊക്കെ ദുർഗ ചോദിക്കുന്നുണ്ട്. അല്ലെന്ന് വിക്രം പറയുന്നു. ദുർഗ പെട്ടെന്ന് വിക്രത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഭൂമ നമ്മളെ കണ്ടാൽ തെറ്റിദ്ധരിക്കില്ലേ എന്ന് ദുർഗ ചോദിക്കുന്നു. ഇല്ല, അവള് ഭയങ്കര പാവമാണ്, അവൾക്ക് എന്നെ നല്ല വിശ്വാസമാണ് എന്നൊക്കെ വിക്രം പറയുന്നു. അവൾക്ക് എന്നെ ഇഷ്ടമല്ല, ഞാനുമായി ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് അവൾ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ദുർഗ ചോദിക്കുന്നു. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, നമ്മൾ ഫ്രണ്ട്സ് ആണ്, അതൊരിക്കലും മാറില്ല എന്ന് വിക്രമും പറയുന്നുണ്ട്. പിന്നീട് ദുർഗ ഒരു നാടകത്തിനായി സ്റ്റേജിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഭൂമയും ആ സ്കിറ്റിലുണ്ട്. ദുർഗയും അതിലുള്ള ബാക്കിയുള്ളവരും വളരെ നന്നായി അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ഭൂമിയുടെ പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ല. ദുർഗയ്ക്ക് ഭൂമയുടെ പെർഫോമൻസ് കാണുമ്പോൾ വളരെ ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ദുർഗ പോകാൻ തുടങ്ങുമ്പോൾ ഭൂമ ദുർഗയോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ദുർഗ വളരെ നാച്ചുറൽ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. തന്റെ പെർഫോമൻസ് നല്ലതാക്കാൻ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ഭൂമി ചോദിക്കുന്നു. ഭൂമി ഇത്ര ഇന്നസെന്റ് ആയി പറയുന്നത് കേൾക്കുമ്പോൾ ദുർഗയും ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദുർഗയും ഭൂമിയും വളരെ നല്ല ഫ്രണ്ട്സ് ആകുന്നു. പണ്ട് മുതലേ സ്റ്റേജിൽ പെർഫോം ചെയ്യണമെന്നൊക്കെ ഭൂമിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവളുടെ അച്ഛൻ സമ്മതിച്ചില്ല. ഇതാണ് അവളുടെ ആദ്യത്തെ പെർഫോമൻസ്. അങ്ങനെ അവരുടെ സ്കിറ്റ് നടക്കുന്നു. ഭൂമ വളരെ നന്നായി ചെയ്യുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും ഭൂമിയുടെ പെർഫോമൻസ് കണ്ട് കൈയടിക്കുന്നു. പക്ഷെ ഇതൊന്നും വിക്രത്തിന് ഇഷ്ടമാവുന്നില്ല. സ്കിറ്റ് കഴിഞ്ഞ് വിക്രത്തെ കാണുമ്പോൾ നിനക്ക് ഈ അറ്റൻഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ, നീ ആ ഫൈറ്റ് സീനിൽ ടൈറ്റുള്ള ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ എല്ലാവരും കൈയടിക്കുകയായിരുന്നു. അവിടെയുള്ള എല്ലാ ബോയ്സും ഒരു ചാൻസ് കിട്ടിയാൽ സ്റ്റേജിൽ കയറി നിന്നെ കിസ് ചെയ്തിരുന്നേനെ എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. ഭൂമയുടെ മുഖമാകെ മാറുന്നു. നീ നന്നായി ചെയ്തു, ഇനി ഒരിക്കലും നീ പെർഫോം ചെയ്യില്ലല്ലോ, അപ്പോൾ നിനക്ക് പറയാൻ നല്ലൊരു സ്റ്റോറി ഉണ്ട്, ഒരിക്കൽ സ്റ്റേജ് മൊത്തം ഇളക്കി മറിച്ചിട്ടുണ്ട് എന്ന് പറയാലോ എന്നൊക്കെ വിക്രം പറയുന്നു. അവൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട്. പക്ഷെ അവൾ ഒന്നും തിരിച്ചു പറയുന്നില്ല. പിന്നീട് ഭൂമ ക്ലാസ്സിലിരിക്കുമ്പോൾ ദുർഗ അവളെ പുറത്തേക്ക് പോകാൻ വിളിക്കുന്നുണ്ട്. എൻ്റെ ബോയ് ഫ്രണ്ട് വെയിറ്റിംഗ് ആണ്, വരുന്നില്ലെന്നൊക്കെ ഭൂമ പറയുന്നുണ്ടെങ്കിലും ദുർഗ നിർബന്ധിച്ച് ഭൂമയെ കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ പുറത്തു പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ദുർഗ പെട്ടെന്ന് നീ വിക്രമിന്റെ കൂടെ ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നു. അതെ, അവൻ എപ്പോഴും ഞാൻ വേണം, അവനൊന്നും തന്നെ ചെയ്യില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം, അവൻ എല്ലാവരോടും ഞാൻ അവനെ അവൻ്റെ അമ്മയെ പോലെയാണ് നോക്കുന്നതെന്നാണ് പറയാറ്, അവൻ നല്ലൊരു കിസ്സറാണ് എന്നൊക്കെ ഭൂമ പറയുന്നു. വിക്രം നിനക്ക് ശരിയായിട്ടുള്ള ആളല്ല, നീ വിക്രത്തെ കല്യാണം കഴിച്ചാൽ അവൻ മാത്രമായി പോകും നിന്റെ ജീവിതം എന്നൊക്കെ ദുർഗ പറയുന്നുണ്ട്. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ദുർഗയ്ക്ക് വിക്രമിനെ ഇഷ്ടമായിരുന്നെന്നും എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ദുർഗ പറയുന്നു. ദുർഗയുടെ ദേഷ്യത്തിൽ ഭൂമ അവിടുന്ന് പോകുന്നുണ്ട്. സത്യത്തിൽ അവൾക്കും ഈ തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും അവനോട് തുറന്നു പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. വിക്രത്തിന്റെ അടുത്ത് വരുമ്പോൾ അവനോട് പറയാതെ പോയതിലുള്ള ദേഷ്യത്തിലാണ് അവൻ. പിന്നീട് ഭൂമ വളരെ സങ്കടത്തിൽ നിൽക്കുന്ന കണ്ട് അവൻ ഭൂമയോട് വന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നീട് വിക്രം ഭൂമയെ അവന്റെ അമ്മയെ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അവന്റെ വീട്ടിൽ വരുമ്പോൾ അമ്മയാകട്ടെ എപ്പോഴും തല കുനിച്ച് ചിരിച്ചുകൊണ്ട് മാത്രം ഇരിക്കും. വിക്രത്തിന്റെ ചെരുപ്പ് പോലും അമ്മയാണ് എടുത്തു വെക്കുന്നത്. അമ്മ സംസാരിക്കില്ലേ എന്ന് ഭൂമ വിക്രത്തോട് ചോദിക്കുന്നു. അമ്മ അങ്ങനെയാണ്, ഗസ്റ്റ് വന്നാൽ സൈലന്റ് ആയിട്ട് കിച്ചണിലിരിക്കും, ഇല്ലെങ്കിൽ അച്ഛന് ദേഷ്യം വരും, പിന്നെ അച്ഛന്റെ ബെൽറ്റ് ആയിരിക്കും സംസാരിക്കുക എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഭൂമ ഷോക്ക് ആവുന്നു.
പേടിക്കണ്ട, ഞാൻ എത്ര ദേഷ്യമാണെങ്കിലും നിന്നെ അടിക്കില്ല എന്നൊക്കെ വിക്രം ഭൂമയോട് പറയുന്നു. എന്നിട്ട് ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് വിക്രം പുറത്തേക്ക് പോകുന്നുണ്ട്. വിക്രം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവൻ്റെ അമ്മ അവൻ്റെ ഹെൽമെറ്റും ചെരുപ്പും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. പിന്നീട് അമ്മ ഭൂമയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. ഞാനും കല്യാണത്തിന് ശേഷം അമ്മയെപ്പോലെ ആകുമോ എന്നോർത്ത് ഭൂമ ഭയപ്പെടുന്നുണ്ട്. പിന്നീട് തിരിച്ചു വരുന്ന വഴിയിൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണത്തിന് ശേഷം നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഭൂമ ചോദിക്കുന്നുണ്ട്. അത് ജോലി കിട്ടുന്നത് പോലെ ഇരിക്കും. നല്ല ജോലി ആണെങ്കിൽ പോകും, ഇല്ലെങ്കിൽ നാട്ടിൽ അച്ഛൻ്റെ ബിസിനസ് അച്ഛൻ മരിച്ചതിൽ പിന്നെ മാമനാണ് നോക്കുന്നത്, അത് പോയി നോക്കി നടത്തും എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജോലിയുടെ കാര്യമോ എന്ന് ഭൂമി ചോദിക്കുന്നു. അമ്മയ്ക്ക് പ്രായമായി, ഇനി വീട്ടുകാരുമൊക്കെ നീ നോക്കിയാൽ നല്ലതായിരിക്കും. പിന്നെ കുട്ടികളൊക്കെ ആവില്ലേ, അവരെയും നോക്കണമല്ലോ, അതുകൊണ്ട് നീ ജോലിക്ക് പോകണ്ട എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. തിരിച്ച് റൂമിൽ വന്ന് ഭൂമിയാകട്ടെ ബാത്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്ത് അതിൻ്റെ അടിയിൽ നിൽക്കുകയാണ്. ആ റിലേഷൻഷിപ്പിൽ അവൾക്കൊരു ഫ്രീഡം ഇല്ലാത്തതുപോലെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവളുടെ കുട്ടിക്കാലത്തെ ഒരു സംഭവം അവൾ ഓർക്കുകയാണ്. അമ്മ മരിച്ചതിനു ശേഷം അവളുടെ അച്ഛനാണ് അവളെ നോക്കിയിരുന്നത്. ഒരു ദിവസം അവൾ അവളുടെ ആന്റിയുടെ വീട്ടിൽ നിൽക്കാൻ പോയിരുന്നു. തന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ എന്നുള്ള പരിഭവം അച്ഛൻ അവളുടെ അടുത്തുണ്ടായിരുന്നു. രാത്രി 9 മണിയായിട്ടും അവൾക്ക് ആഹാരം കിട്ടാത്തത് കാരണം അവൾ വിശന്നിട്ട് അച്ഛനോട് വന്ന് ചോദിക്കുമ്പോൾ പരിഭവത്തോടു കൂടി അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇത്രയും ദിവസം ആന്റിയുടെ കൂടെയല്ലേ നിന്നത്, ആന്റിയോട് തന്നെ പോയി ചോദിച്ചോ എന്നൊക്കെ. അവളാകട്ടെ വിഷമത്തോടെ അവിടെയുള്ള വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഈ ഓർമ്മകളൊക്കെ അവളുടെ മനസ്സിലേക്ക് വരികയായിരുന്നു. പിറ്റേന്നായപ്പോൾ അവൾക്ക് നല്ല പനിയായിട്ടുണ്ടായിരുന്നു. ഹർഷിത അവൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വിക്രമായിട്ട് നീ റിലേഷനിലായതിൽ പിന്നെ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഹർഷിത ഭൂമിയോട് പറയുന്നു. അപ്പോൾ തന്നെ വിക്രം അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി ഞാൻ നോക്കിക്കോളാം, ഹർഷിതയോട് പൊക്കോളാൻ വിക്രം പറയുന്നു. നിനക്ക് ഞാനുണ്ട്, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ വിക്രം അവളോട് പറയുന്നു. അവളാകട്ടെ ആകെ കൺഫ്യൂഷനിലായിരുന്നു. നമുക്ക് ടെറസിൽ പോയി സംസാരിക്കാം എന്ന് അവൾ പറയുന്നുണ്ട്. നമുക്കൊരു ബ്രേക്ക് എടുത്താലോ എന്ന് ഭൂമി വിക്രത്തോട് ചോദിക്കുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വിക്രം ചോദിക്കുമ്പോൾ അവൾക്ക് മനസ്സിലുള്ളതെല്ലാം അവനോട് തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ അതിനവൾക്ക് സാധിക്കുന്നില്ല. എക്സാംസ് വരുമല്ലേ, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആണെന്ന് അവൾ പറയുന്നു. ഇതിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇപ്പോൾ നിനക്ക് വേണ്ടത് എൻ്റെ പ്രണയമാണ്. നിനക്ക് എപ്പോൾ എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം. നിനക്ക് പനി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് വിക്രം പറയുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പതിവ് പോലെ തന്നെ അവന് ഫുഡ് കൊടുക്കുകയും അവൻ്റെ റൂം വൃത്തിയാക്കുന്നതും തുണി കഴുകുന്നതും ഒക്കെ അവൾ തന്നെയാണ്. എന്നാൽ അവൾ അതൊന്നും അത്ര ഇഷ്ടത്തോടെയല്ല ചെയ്യുന്നത്. സിനിമയ്ക്ക് പോകുമ്പോഴും പുറത്തു പോകുമ്പോഴും ഒന്നും അവൾ അത്ര സന്തോഷത്തിലല്ല. മിക്ക ദിവസവും വിക്രം അവളുടെ റൂമിലാണ് കിടക്കാറ്. അങ്ങനെ ഒരു ദിവസം ഭൂമിയെ കാണാനായിട്ട് അവളുടെ അച്ഛൻ സർപ്രൈസ് ആയി വരുന്നുണ്ട്. അങ്ങനെ ഹോസ്റ്റലിൽ വന്ന് അന്വേഷിച്ച് അവളുടെ റൂമിൽ വരുമ്പോൾ ആകട്ടെ വിക്രമാണ് വാതിൽ തുറക്കുന്നത്. ആദ്യം അച്ഛനൊന്നും സംശയിക്കുന്നുണ്ടെങ്കിലും പിന്നീട് പുറകിൽ ഭൂമി കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. ദേഷ്യത്തിൽ അയാൾ വിക്രമിനെ അടിക്കുന്നുണ്ട്. ശബ്ദം കേട്ട് ഉണർന്ന ഭൂമിയും അച്ഛനെ കണ്ട് ഷോക്കാവുന്നു. വിക്രത്തിന് അച്ഛൻ അടിച്ചത് അവന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഭൂമിയുടെ അച്ഛനായതുകൊണ്ട് മാത്രമാണ് ഒരിക്കൽ അടിച്ചപ്പോൾ ഞാൻ ക്ഷമിച്ചത്. വെറുതെ സീൻ ഉണ്ടാക്കണ്ട, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, ഉടനെ കല്യാണം കഴിക്കും എന്നൊക്കെ വിക്രം പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭൂമിയുടെ അച്ഛൻ വളരെ ദേഷ്യം വരുന്നുണ്ട്. ഭൂമ അച്ഛനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ ദേഷ്യം മാറുന്നില്ല. ഹോസ്റ്റലിൽ നടക്കുന്നതൊന്നും ഇവിടുത്തെ സാറുമാർ അറിയുന്നില്ലേ എന്ന് ചോദിച്ച് അച്ഛനാകട്ടെ ദേഷ്യത്തിൽ HOD റൂമിലേക്ക് പോകുന്നുണ്ട്. ഭൂമ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം കേൾക്കുന്നില്ല. നീ ഇന്ന് തന്നെ തിരിച്ചു വരണം, പഠിത്തമൊക്കെ മതി എന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഭൂമിയുടെ പ്രൊഫസറിന്റെ അടുത്ത് ചെന്ന് അവളുടെ TC ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യമൊന്നും നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിച്ച് അവരോട് ദേഷ്യപ്പെടുന്നു. അവർ അഡൽട്സ് ആണ്, അവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല എന്നൊക്കെ HOD പറയുന്നുണ്ട്. ദേഷ്യത്തിൽ ഭൂമിയുടെ അച്ഛൻ പ്രൊഫസറുടെ ടേബിളിലിരിക്കുന്ന ലാപ്ടോപ്പ് ഒക്കെ എടുത്ത് എറിയുന്നുണ്ട്. ഭൂമ വന്ന് TC ചോദിച്ചാൽ മാത്രമേ അത് അവൾക്ക് കൊടുക്കൂ എന്നാണ് HOD പറയുന്നത്. അയാൾ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. നീ എൻ്റെ കൂടെ ഇപ്പോൾ വീട്ടിലേക്ക് വരണമെന്ന് ഭൂമിയോട് അച്ഛൻ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് പഠിക്കാൻ വന്നത്, എന്നെ ഒന്ന് മനസ്സിലാക്കിയെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എന്നാൽ അയാളാകട്ടെ ഭൂമിയെ നിർബന്ധിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആകട്ടെ വിക്രം അവിടേക്ക് വന്ന് നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാനാകില്ല, അവൾ എൻ്റെ ഗേൾഫ്രണ്ട് ആണ്, നിങ്ങൾക്ക് അവളുടെ മേലിൽ യാതൊരു അവകാശവുമില്ല എന്നൊക്കെ പറയുന്നു. ഞാൻ ആ ഗേറ്റ് കടന്നു പോകുന്നവരെയാണ് നിനക്ക് സമയം, നീ എൻ്റെ കൂടെ ഇപ്പോൾ വന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും വരണ്ട എന്നൊക്കെ അവളുടെ അച്ഛൻ അവളോട് പറയുന്നുണ്ട്. വിക്രം ആകട്ടെ അവളെ വിടാൻ കൂട്ടാക്കുന്നില്ല. ഗേറ്റ് കടന്ന് അവളുടെ അച്ഛൻ സങ്കടത്തിൽ പോകുന്നുണ്ട്. ഭൂമിയും ആകെ തകർന്നു പോയിരുന്നു. വിക്രം അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല. പിന്നീട് ഭൂമിയെ റൂമിലേക്ക് പറഞ്ഞു വിട്ട ശേഷം വിക്രം കൂട്ടുകാരോട് ഞാൻ നാട്ടിൽ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്, ഭൂമിയെ നോക്കിക്കൊള്ളണം, അവൾ കോളേജ് ക്യാമ്പസ് വിട്ട് പുറത്തു പോകില്ല, അവളുടെ അച്ഛൻ വന്നാലും അവളെ കാണാൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം നാട്ടിലേക്ക് പോകുന്നു. ഇതിനിടയിൽ ഭൂമ ഒരുപാട് തവണ അച്ഛനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അച്ഛൻ കോൾ എടുക്കുന്നില്ല.
അടുത്ത ദിവസം ഭൂമ കോളേജിൽ വന്ന പ്രൊഫസറിനോട് അച്ഛൻ ദേഷ്യപ്പെട്ടതിൽ സോറി ചോദിക്കുന്നുണ്ട്. പ്രൊഫസർ ആകട്ടെ ഭൂമിയെ സമാധാനിപ്പിക്കുന്നു. നിന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നിന്റെ അച്ഛനോ നീ സ്നേഹിക്കുന്ന ആളോ അല്ല എടുക്കേണ്ടത്, നീയാണ് നിന്റെ ജീവിതം തീരുമാനിക്കേണ്ടതെന്നൊക്കെ അദ്ദേഹം അവളോട് പറയുന്നുണ്ട്. പിന്നീട് ഭൂമ ക്ലാസ്സിലിരിക്കുമ്പോൾ വിക്രം അവളെ വിളിച്ചുകൊണ്ട് ആരുമില്ലാത്ത ഒരു ക്ലാസ് റൂമിലേക്ക് പോകുന്നുണ്ട്. നീ ഇനി പേടിക്കണ്ട, നാളെ കഴിഞ്ഞുള്ള ദിവസം നല്ലൊരു മുഹൂർത്തമുണ്ട്, ഞാൻ എല്ലാം എൻ്റെ വീട്ടിലും അമ്പലത്തിലും പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്, നമുക്ക് കല്യാണം കഴിക്കാം എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് ഭൂമ ഷോക്ക് ആവുന്നുണ്ട്. നീ ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, കല്യാണം കഴിഞ്ഞ് നീ എൻ്റെ അമ്മയുടെ കൂടെ അവിടെ ഹാപ്പി ആയിരിക്കും എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. നീ എന്നെ എങ്ങനെ ഹാപ്പിയാക്കി വെക്കാനാണ്? നിനക്ക് 9 ബാക്ക്ലോഗ്സ് ഉണ്ട്, നിന്നോട് എത്ര നാളായി അത് എഴുതിയെടുക്കാൻ ഞാൻ പറയുന്നത്, നിനക്ക് എങ്ങനെ ജോലി കിട്ടും, പിന്നെ എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യമോ എന്നൊക്കെ ഭൂമി ചോദിക്കുന്നുണ്ട്. നിന്റെ സ്റ്റഡീസിനെ കുറിച്ച് എന്തിനാ ചിന്തിക്കുന്നത്, അത് കംപ്ലീറ്റ് ആക്കിയാലും ഇല്ലെങ്കിലും എന്താ, നീ ജസ്റ്റ് ഒരു ഡിഗ്രിക്ക് വേണ്ടിയല്ലേ ഇത് പഠിക്കുന്നത് എന്നൊക്കെ അവൻ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭൂമിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഭൂമ പതിയെ ധൈര്യം സംഭരിച്ച് അവന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നമുക്ക് ബ്രേക്കപ്പ് ആവാം, ഞാൻ നിന്റെ കൂടെ ഹാപ്പി അല്ല, നീ എന്നെ ഒന്ന് സഡൻ ആയിട്ട് കിസ് ചെയ്ത ശേഷം പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിച്ചു, എനിക്ക് നിന്നോട് ഒരു ഫീലിങ്സും ഇല്ല, എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കണം എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം അവളോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഫീലിങ്സിനെ കുറിച്ച് നീ ആലോചിക്കുന്നില്ലേ എന്ന്. എന്നാൽ അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ ഒരിക്കലും ഹാപ്പി ആവില്ല, നീ പതിയെ ടൈം എടുത്ത് മൂവ് ഓൺ ആയിക്കോളും എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അവൻ ദേഷ്യത്തിൽ അവിടുന്ന് ഇറങ്ങി പോകുന്നു. അവളാകട്ടെ ഡോർ അടിച്ച് അവിടെ നിന്ന് കരയുകയായിരുന്നു. അവൻ തിരികെ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. വാതിൽ തുറക്ക്, നിനക്ക് എന്താണ് ഇപ്പോൾ എന്നെ ഇഷ്ടമല്ലാത്തത്, ഇത്രയും കാലം എൻ്റെ കൂടെ നടന്നപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ ഒച്ച വെക്കുന്നുണ്ട്. അവൾ സോറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് അവിടുന്ന് പോകാനൊക്കെ പറയുന്നുണ്ട്. അവൻ അതൊന്നും കേൾക്കാതെ ഒച്ച വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നീട് അവരുടെ ടീച്ചേഴ്സ് വന്ന് അവനെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. അവൻ റൂമിൽ വന്ന് അവിടെയുള്ള സാധനങ്ങളൊക്കെ തല്ലിപ്പൊട്ടിക്കുന്നു. അവൻ്റെ കൂട്ടുകാർ വന്ന് കാര്യം തിരക്കുമ്പോൾ അവൻ കാര്യം പറയുന്നുണ്ട്. അല്ലേലും ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണ്, പ്രേമിക്കുമ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കും, കല്യാണത്തോട് അടുക്കുമ്പോൾ എല്ലാം ഇട്ടിട്ട് പോകും എന്നൊക്കെ അവൻ്റെ കൂട്ടുകാരും അവനോട് പറയുന്നു. എന്നാൽ വിക്രം അവരോട് പറയുന്നുണ്ട്, അവൾ എൻ്റെ കൂടെ കുറേ തവണ കിടന്നിട്ടുണ്ട്, അപ്പോഴൊന്നും അവൾക്കിത് പറയാൻ തോന്നിയില്ല, ഞാൻ അവളെ സിൻസിയർ ആയിട്ടാണ് സ്നേഹിച്ചതെന്നൊക്കെ. കൂട്ടുകാർ വിക്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സങ്കടവും ദേഷ്യവും ഒക്കെ അവളോടുള്ള പകയായി മാറി അവന്. അവൾ കോളേജിലേക്ക് പോകുമ്പോഴൊക്കെ അവളുടെ വഴി മുടക്കി അവളെ ടോർച്ചർ ചെയ്യുകയാണ് അവൻ. നീ എൻ്റെ കൂടെ എത്ര തവണ കിടന്നിട്ടുണ്ട്, അപ്പോഴൊന്നും നിനക്ക് എന്താണ് ഇത് എന്നോട് പറയാൻ തോന്നാതിരുന്നത്, അതോ ഇതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് നീ എൻ്റെ കൂടെ എത്ര തവണ കിടന്നിട്ടുണ്ട് എന്നൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിച്ച് അവൻ ഭൂമിയെ ഇൻസൾട്ട് ചെയ്യുന്നു. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഒരേ ഒരു പയ്യന് മാത്രമാണ് ഇതൊക്കെ തെറ്റാണ് എന്ന് തോന്നിയത്. ഭൂമിയുടെ അവസ്ഥ കണ്ട് അവന് പാവം തോന്നുന്നുണ്ട്. ആ ദിവസം കൊണ്ട് അവരുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിരുന്നു. അന്ന് രാത്രിയിൽ അവരുടെ ഫെയർവെൽ ആണ്. പിന്നീട് സ്റ്റഡി ലീവാണ്. എല്ലാവരും വീടുകളിലേക്കൊക്കെ പോവുകയാണ്. അവളുടെ അച്ഛൻ ഇതുവരെ അവളുടെ ഫോൺ പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. തിരികെ ഹോസ്റ്റലിലേക്ക് പോകാൻ അവൾക്ക് പേടിയായിരുന്നു. കാരണം പോകുന്ന വഴി വിക്രം ഉണ്ടാകുമോ എന്ന് അവൾക്ക് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ സാറിനോടൊന്ന് ഹോസ്റ്റൽ വരെ വരുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അയാളാകട്ടെ അവളെ ഹോസ്റ്റലിൽ കൊണ്ട് ആക്കാൻ പോകുന്നുണ്ട്. ഇതേ സമയം വിക്രമും കൂട്ടുകാരും ഭൂമിക്ക് എന്തോ പണി കൊടുത്തിട്ട് തിരിച്ച് ക്യാൻറ്റീനിൽ വരികയാണ്. അവരുടെ കയ്യിൽ പെയിന്റും ബ്രഷും ഒക്കെ കാണാം. അവളെ ഞാൻ ടോർച്ചർ ചെയ്യും, വെറുതെ വിടില്ല എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. അപ്പോൾ അവന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ അവളോട് പാവം തോന്നിയ ആ പയ്യൻ പറയുന്നുണ്ട്, എടാ അവൾ പാവമാണ്, നീ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മതിയാക്ക എന്നൊക്കെ. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന് വിക്രം അവനെ അടിക്കുന്നുണ്ട്. നിന്റെ ഈ ടോക്സിസിറ്റി കൊണ്ടാണ് അവൾ പോയത്, നിനക്ക് അടിമകളെയാണ് വേണ്ടത് എന്നൊക്കെ അവൻ പറയുന്നു. അവന്റെ ഫ്രണ്ട്സ് അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നുണ്ട്. ഹോസ്റ്റലിലേക്ക് കയറുന്ന ഭൂമിയെ എല്ലാവരും ഒരുമാതിരി നോക്കുന്നുണ്ട്. പെട്ടെന്നൊരു പയ്യൻ വന്ന്, നിന്നെ എത്ര തവണ വിളിച്ചു, നിനക്കൊന്ന് പ്രൊഫഷണലായി നടന്നൂടെ എന്ന് ചോദിച്ച് ഒരുമാതിരി ചിരിച്ചുകൊണ്ട് പോകുന്നു. അവൾക്ക് എന്താണ് കാര്യമെന്നൊന്നും മനസ്സിലാകുന്നില്ല. അവൾ റൂമിലേക്ക് വരുമ്പോൾ അവളുടെ റൂമിന്റെ മുന്നിൽ ഒരു ആൾക്കൂട്ടം കാണും. എന്താ കാര്യമെന്ന് നോക്കുമ്പോൾ ആകട്ടെ അവളുടെ റൂമിന്റെ വാതിലിൽ വിക്രമും കൂട്ടുകാരും അവളുടെ തലയും ഒരു സ്ത്രീയുടെ ശരീരവും വരച്ചു വെച്ചിട്ട് സെക്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാമെന്ന് പറഞ്ഞ് അവളുടെ ഫോൺ നമ്പർ വെച്ചിരിക്കുന്നു. ഇതൊക്കെ കണ്ട് ആകെ തകർന്ന് ഭൂമ റൂമിൽ കയറി വാതിൽ അടയ്ക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോറിന്റെ അടിയിൽ കൂടി വെള്ളം വരുന്നത് അവൾ കാണുന്നത്. അവൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് ദുർഗയാണ്. അവൾ വാതിലിൽ എഴുതിയിരിക്കുന്നതെല്ലാം വെള്ളം ഒഴിച്ച് കഴുകുകയായിരുന്നു. ദുർഗയെ കാണുമ്പോൾ ഭൂമ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ദുർഗ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ആ ഡോറിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ തുടച്ചു കളയുകയാണ്. അതിനുശേഷം വെള്ളം തീർന്നു, ഞാൻ എടുത്തിട്ട് വരാം, നീ റൂമിൽ ഇരിക്കുക എന്ന് പറഞ്ഞ് ദുർഗ പുറത്തേക്ക് പോകുന്നുണ്ട്. ഭൂമ അവളുടെ അച്ഛനെ വിളിക്കുന്നുണ്ട്. ഇപ്രാവശ്യം അവളുടെ അച്ഛൻ ഫോൺ എടുക്കുന്നു. നീ എന്തിനാണ് ഇപ്പോൾ വിളിച്ചത്, നീ ഇത്ര ക്യാരക്ടർലെസ് ആയി പോയല്ലോ, നിനക്ക് ഇതായിരുന്നു താല്പര്യമെങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ച് വിട്ടേനെ, പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടെ പോകണമായിരുന്നോ എന്നൊക്കെ അച്ഛൻ അവളോട് ചോദിക്കുന്നു. കോളേജിൽ എല്ലാവരും തന്നെ ക്യാരക്ടർലെസ് ആയി കാണുന്നത് പോലെ തൻ്റെ അച്ഛനും അവളെ അങ്ങനെയാണ് കാണുന്നത് എന്നോർത്ത് അവൾക്ക് സങ്കടമാവുന്നുണ്ട്. ആ സങ്കടത്തിലും ദേഷ്യത്തിലും അവൾ ഫോൺ തല്ലിപ്പൊട്ടിക്കുന്നു. എന്നിട്ട് അവൾ ഫെയർവെൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് സ്റ്റേജിൽ കയറി മൈക്ക് എടുത്ത് അവൾ അവളെ തന്നെ
പരിചയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പേര് ഭൂമാദേവി. വിക്രം ഇവിടെ MSc കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു. അവനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അവനെ ഞാൻ കിസ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ കൂടെ ഒരുപാട് തവണ ഞാൻ കിടന്നിട്ടുണ്ട്. ഇവളുടെ ഈ വർത്താനമൊക്കെ കേട്ട് വിക്രം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവൾ വിക്രത്തിനോടായി പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഇതൊന്നും ചെയ്തത്, നീയും കൂടെ ഉണ്ടായിരുന്നല്ലോ. നിനക്കിതിൽ നാണക്കേടില്ലെങ്കിൽ ഞാൻ എന്തിനു നാണിക്കണം എന്നൊക്കെ. നിന്നെപ്പോലെ ചിന്തിക്കാത്ത ഒരു നല്ല മനുഷ്യനെ ഞാൻ കല്യാണം കഴിക്കും. അപ്പോൾ അയാളോടായി ഇതൊക്കെ ഞാൻ തന്നെ പറയും. ഈ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ ജീവിതം കളയാമെന്ന് നീ വിചാരിക്കേണ്ട എന്നൊക്കെ അവൾ അവനോട് പറയുന്നുണ്ട്. വിക്രം ആകെ ഷോക്കായി നിൽക്കുകയാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഭൂമിയെ അവൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ദുർഗയും അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ അവൾ ഹാപ്പി ആവുന്നുണ്ട്. ഭൂമ അവൾക്ക് വേണ്ടി തന്നെ സംസാരിക്കാൻ തുടങ്ങിയല്ലോ എന്നോർത്ത് അവൾ സന്തോഷിക്കുന്നുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവൾ നല്ലൊരു കമ്പനിയിൽ മാനേജറായിട്ട് ജോലിക്ക് കയറുന്നു. അവൾ ഇപ്പോൾ ഹാപ്പിയാണ്. അവളും അച്ഛനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി. സാലറി ഒക്കെ കൂടുതൽ കിട്ടിത്തുടങ്ങിയപ്പോൾ അവൾ യാത്രകൾ ചെയ്യാൻ തുടങ്ങി. ദുർഗയുമായി അവൾ ഇപ്പോഴും സംസാരിക്കാറുണ്ട്. അവൾ ആഗ്രഹിച്ചതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ബുക്ക് എഴുതുകയാണ് അവളിപ്പോൾ. അവളെ പ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടോക്സിക് റിലേഷനിൽ നിന്ന് അവൾ ധൈര്യപൂർവ്വം പുറത്തു വന്ന് അവൾക്ക് വേണ്ടി അവൾ ജീവിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഈ മൂവിയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കൂടി സപ്പോർട്ട് ചെയ്യുക.